ഐ എം ഷെഹല. ഞാൻ M.Com ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ M.Com ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഗ്രോൺലാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ആയിട്ട് കോൺടാക്ട് ചെയ്തു. ആഡ് കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനിഷ മാം ആയിരുന്നു കോൺടാക്ട് ചെയ്തപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആള് നല്ല ഗൈഡൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവരുള്ള മെന്റേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ബാച്ചാണ്. ഞാൻ ക്ലാസ്സസ് എല്ലാം കംപ്ലീറ്റ് ആയി. നല്ല രീതിയിലായിരുന്നു ക്ലാസ്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നന്നായി ക്ലാസ് എടുക്കുന്ന ട്യൂട്ടേഴ്സ് ആയിരുന്നു. ട്യൂട്ടേഴ്സ് എല്ലാവരും അക്കാദമിക് ബേസ് ആയിരുന്നില്ല ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഡിപ്ലോമ ഇൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ അനലിസ്റ്റിന്റെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാംസും കംപ്ലീറ്റ് ആയി. 2 month ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി പ്രൊജക്ട്സ് വൈസ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രൊജക്ട് ചെയ്തതിന് ശേഷം അതിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മെന്റേഴ്സ് നമ്മൾ അത് എന്ത് ചെയ്യും, എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാം അവർ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത്. നമുക്ക് കുറെ തിയറി ബേസ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കുറെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീരെ ഇല്ലാത്തൊരു സാധനം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കില്ലും കാര്യങ്ങളായിരുന്നു. അത് ഇവിടുന്ന് നല്ലപോലെ കിട്ടുന്നുണ്ടായിരുന്നു.